ഇവൻ ദ റെയർ വൺ. ഫുൾ ഐപാഡിൽ തന്നെയാണ് അതിന്റെ പോഡ്സും കാര്യങ്ങളും. ഒരു ചെറിയ ബാർ സെറ്റപ്പ് വേണം. വി ഹാവ് എ കോഫി മെഷീൻ ഹിയർ. -20 വരെ പോകാവുന്ന സീറ്റ്സ് ആണ്. അതിന്റെ ഡ്രോയർ സിസ്റ്റംസും ഹിഡൻ വെപ്പൺസ്. തിയേറ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു MPV എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപർപ്പസ് വെഹിക്കിൾ. മൾട്ടിപർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടെറൈനിൽ പല പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, ഒരു ലാർജർ സെറ്റ് ഓഫ് പാസഞ്ചേഴ്സും അത്യാവശ്യം തരക്കേടില്ലാത്ത ലഗേജസും വളരെ കംഫർട്ടബിൾ ആയിട്ടും പ്രാക്ടിക്കൽ ആയിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം, അതാണ് MPV. സോ ഈ MPV സീരീസിൽ, എസ്പെഷ്യലി MPVയുടെ ലക്ഷറി സീരീസിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് മെഴ്സിഡീസ് V ക്ലാസ് അല്ലെങ്കിൽ വിയാനോ സീരീസ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മെഴ്സിഡീസിന്റെ V250 ആണ്. വൈ V സീരീസ് നോ? Because this is not just Mercedes V250, this is Autocrafters V250. Luxury at its top notch. Welcome to Walk Around. സോ നമ്മുടെ കൂടെയുള്ള V സീരീസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പറയാൻ. കാരണം ഇത് ഓട്ടോക്രാഫ്റ്റർ എന്ന് പറഞ്ഞ കമ്പനി കംപ്ലീറ്റ്ലി കസ്റ്റം ഇന്റീരിയർ റീമോഡൽ ചെയ്തൊരു വണ്ടിയാണ്. കാരണം ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേളിലേക്ക് ഈ വണ്ടി ലക്ഷറി ആക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ റണ്ണിങ് പാലസ്. സോ മെഴ്സിഡീസിന്റെ കൊമേഴ്ഷ്യൽ സെഗ്മെന്റ് ആയ V2 എന്ന് പറഞ്ഞ മോഡലിൽ പിന്നീട് പാസഞ്ചർ സീറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് വിയാനോ എന്ന പേരിൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഒരുപാട് ഹിസ്റ്ററി ഒന്നും പറയാനില്ലാത്ത വണ്ടിയാണ്. കാരണം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ 1996-ലാണ്. സോ നമ്മുടെ കൂടെയുള്ള V250 പെട്രോൾ എഞ്ചിനാണ്. ഇത് സ്റ്റാൻഡേർഡും വരുന്നുണ്ട്, എക്സലും വരുന്നുണ്ട്. ഇത് എക്സൽ ആണ്. അതുപോലെ തന്നെ എഞ്ചിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 4 സിലിണ്ടർ 2 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിൻ. വൈ ഡിഡ് ഐ സേ ഓട്ടോക്രാഫ്റ്റേഴ്സ് V250? കാരണം ഇത് ഓട്ടോക്രാഫ്റ്റർ എന്ന് പറഞ്ഞൊരു കമ്പനി കംപ്ലീറ്റ്ലി കസ്റ്റം ഇന്റീരിയർ എക്സ്റ്റീരിയർ റീമോഡൽ ചെയ്തൊരു വണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്റ്റീരിയർ നോക്കിയാൽ തന്നെ അറിയാം, ഇത് V250 മേബാക്കിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഹുഡ് ഓർണമെന്റ്സും ഗ്രിൽസും റിംസും എല്ലാം മേബാക്കിന്റെ തന്നെയാണ്. മേബാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ മെഴ്സിഡീസിന്റെ ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. സോ ഈ മേബാക്കിനെ കടത്തി വെട്ടി ഓട്ടോക്രാഫ്റ്റർ എന്ന് പറഞ്ഞ കമ്പനി എന്താണ് ഇതിൽ കൂടുതൽ ചെയ്തിട്ടുള്ളതെന്നല്ലേ? സോ നമുക്കിതിന്റെ ഇന്റീരിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷെ കയറുമ്പോൾ തന്നെ നമുക്ക് മെഴ്സിഡീസിന്റെ ഒരു സൈഡ് സ്റ്റെപ്പ് കാണാം. അതേപോലെ തന്നെ ഓട്ടോക്രാഫ്റ്റേഴ്സിന്റെ ഒരു ലോഗോ, 2 ക്യാപ്റ്റൻ സീറ്റ്സ്. എന്താ സോ എന്ത് പറയണമെന്ന് അറിയില്ല. അമ്മാതിരി ലെവലിലാണ് ലക്ഷറി ആക്കി വെച്ചിരിക്കുന്ന വണ്ടി. സോ ഇതിന്റെ കംപ്ലീറ്റ് ഏകദേശം ഒരു 20+ യുണീക്ക് ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ ഇന്റീരിയറിൽ മാത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാ കൺട്രോൾസും ഇവിടെ ഒരു ഐപാഡ് ഉണ്ട്, ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഇതിൽ ഒരുപാട് കൺട്രോൾസ് ഉണ്ട്, കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഏത് പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാലും അതിന്റെ പുറകിൽ ഒരു മലയാളി കൈ ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ വണ്ടിയുടെ പുറകിലും ഒരു മലയാളി കൈ ഉണ്ട്. എന്റെ ഫ്രണ്ടും കാഞ്ഞിരപ്പള്ളിക്കാരനുമായ റെജി തോമസ് ആണ് ഇതിന്റെ ആർട്ടിസ്റ്റ്. സോ നമുക്ക് റെജിയോട് തന്നെ ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ നമുക്ക് ഇതിന്റെ ആർട്ടിസ്റ്റായ റെജിയെ തന്നെ വിളിക്കാം. ഡോറ് തുറക്കണമെങ്കിൽ യെസ്. റെജി, വെൽക്കം ടു വോക്ക് അറൗണ്ട്. സോ എന്തിനാണ് എങ്ങോട്ടേക്കാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഞാൻ നോക്കിയിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. സോ നീ തന്നെ ഇതിന്റെ ആർട്ടിസ്റ്റ് ആയ നീ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ബെറ്റർ. ഇതിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഓപ്ഷൻസും നമ്മുടെ ഈ ഐപാഡിന്റെ അകത്തുണ്ട്. ഓക്കെ. അപ്പം എല്ലാം ടച്ച് ഓഫ് എ ബട്ടൺ കൊണ്ട്, അതേപോലെ തന്നെ ഈ സെയിം നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് നിങ്ങളുടെ ഐഫോണിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പം ഓക്കെ, യുവർ ഫോൺ ആസ് വെൽ ആസ് ഓൺ ദിസ് ഐപാഡ്. ഓക്കെ. സോ ഇതിന്റെ ഡിമാൻഡ് എങ്ങോട്ടൊക്കെയാണ് കൂടുതൽ? ലൈക്ക് ഇതിന്റെ ഓർഡേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഇത് നമ്മൾ കസ്റ്റം ബിൽഡ് ആണ്. ആസ് പെർ നിങ്ങളുടെ ടേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് വെച്ച് നമ്മൾ കസ്റ്റം ബിൽഡ് ചെയ്യാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എനിക്ക് എന്തെങ്കിലും ഓപ്ഷൻസ്, എനിക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി ചെയ്ത്. അപ്പൊ ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന്റെ അകത്ത് ഓപ്ഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതനുസരിച്ച് വെച്ച് നിങ്ങളുടെ കളറും നിങ്ങളുടെ ഒരു കോമ്പിനേഷനും ഒക്കെ അനുസരിച്ച് വെച്ച് നമ്മൾ. ഓക്കെ. ഇതിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 20+ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ. ഇതിന്റെ അകത്ത് ആദ്യം മുതൽ തന്നെ നമുക്ക് ലൈറ്റിൽ നിന്ന് തുടങ്ങാം. ഇത് ഒരു മേബാക്ക് ലൈറ്റ് സെറ്റപ്പ് ആണ്. മേബാക്കിന് ഇങ്ങനെ ലൈറ്റ് വരുന്നുണ്ടോ? ഒറിജിനലി ഇല്ല,
പക്ഷേ കസ്റ്റം ഈ ഒരു ലൈറ്റ് സെറ്റപ്പിന് പറയുന്നത് മെയ്ബാക്ക് ലൈറ്റ്സ്. ലൈറ്റ്സിന് എന്തെങ്കിലും പ്രത്യേകത പ്രത്യേകമായിട്ട് പറയാനായിട്ട് അഡ്ജസ്റ്റ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഇതിന്റെ അകത്ത് നമുക്ക് ഇപ്പം ഭയങ്കര ബ്രൈറ്റ് ആണ്, ഇത് കുറയ്ക്കാം കൂട്ടാം. അതേപോലെ ഇതിന്റെ അകത്ത് RGB ഉണ്ട്, സ്റ്റാർ ലൈറ്റ്സ് ഉണ്ട്. ഓക്കെ. മെയിൻലി ഈ കൺട്രോൾസ് എല്ലാം ഇവിടെ വന്നു എല്ലാം ഇതിന്റെ അകത്ത്. നമുക്ക് ഒന്നു പോലെ തുടങ്ങാം. സോ V250 ആക്ച്വലി 6 സീറ്റിലല്ലേ വരുന്നത്, അതാണ് നമ്മളിപ്പോ 2 സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, പക്ഷെ ഇത് 2 സീറ്റ് അല്ല, ഇതൊരു 4 സീറ്റർ ആണ്. 4 സീറ്ററോ? അതെ, ഇത് 2 VIP പ്ലസ് 2 ഗസ്റ്റ് സീറ്റ്സ് ഉണ്ട്, ഹിഡൻ ഗസ്റ്റ് സീറ്റ്സ്. ഹിഡൻ ഗസ്റ്റ്. അതെ, നമുക്ക് അത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. ഓക്കെ. സോ നമുക്ക് 20+ ഫീച്ചേഴ്സ്, യുണീക് ഫീച്ചേഴ്സ്, ഓട്ടോക്രാഫ്റ്റിന്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് അതെ ഒന്ന് കാണിച്ചു. നമുക്ക് 1 by 1 ഇതിൽ പോവാം. ഫുൾ ഐപാഡിൽ തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ലൈറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ്സിൽ നമുക്ക് ഈ മെയിൻ ലൈറ്റ്സ് ഉണ്ട്, പിന്നെ നമുക്ക് RGBs ഉണ്ട്, പിന്നെ സ്റ്റാർ ലൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ മൂഡാണ്. ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പം ഓരോ മൂഡ് അനുസരിച്ച് വെച്ച് നമുക്ക് ഇതിന്റെ ആംബിയൻസ് മാറ്റാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെയ്ബാക്ക് ലൈറ്റ്സ്, ഇതിന്റെ നമുക്ക് 7 ടോൺ ഉണ്ട്. ദാറ്റ് മീൻസ് ലോവർ ചെയ്യാം, അതേപോലെ തന്നെ ബ്രൈറ്റ് ആക്കാം. ഓക്കെ. പിന്നെ വന്നിട്ട് വരുന്നത് നമ്മുടെ ആംബിയൻസ് ലൈറ്റ് ആണ്. ഓക്കെ. ഈ ആംബിയൻസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ താഴത്തെ ഭാഗം, ബോട്ടം പാർട്ട് ആസ് വെൽ ആസ് റൂഫ് പാർട്ട്. അതിപ്പോ നമുക്ക് 7 ടോൺസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് RGBs ഉണ്ട് സൈഡിൽ കൂടെ, അതേപോലെ സ്റ്റാർ ലൈറ്റ്സ്. യെസ്, ഇതൊരു സ്റ്റാർ ലൈറ്റ്. നമുക്ക് ഫ്രണ്ട് അടക്കുകയാണെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ലൈറ്റ് കിട്ടും. ഓക്കെ. സോ അതേപോലെ തന്നെ ലൈറ്റ് അല്ലാതെ ബാക്കിയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ്? യെസ്, ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻസ് ആണ് കർട്ടൻസ്. ഇത് ഫുള്ളി ഇലക്ട്രോണിക് കർട്ടൻസ് ആണ്. ഇത് ആക്ച്വലി കർട്ടൻസ് ആണ്. കർട്ടൻസ്, യെസ്. അപ്പം ഇത് എല്ലാം 4-5 എണ്ണം ഉണ്ട്. ഇവന്റെ റെയർ വൺ. അതൊരു സെക്കൻഡ് ഓപ്ഷൻ ആണ്. പിന്നെ വന്നിട്ട് നമുക്ക് സ്റ്റോറേജ് ബോക്സസ് ഉണ്ട്. ഈ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 2 ഹിഡൻ ഗസ്റ്റ് സീറ്റ്സ് ആണ്. അതിന്റെ ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ കുറെ നേരമായിട്ട് നോക്കുന്നത്. ഹിഡൻ ഗസ്റ്റ് സീറ്റ്സ് എന്ന് പറയുന്നതല്ലാതെ ഇതാണ് നമ്മുടെ ഹിഡൻ സീറ്റ്സ്. ഇൻ കേസ് നമുക്ക് ഗസ്റ്റ്, ഇത് മെയിൻലി 2 പേർക്കാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് എ ഗസ്റ്റ്, ഇഫ് യു വാണ്ട് ടു ഡിസ്കസ് സംതിങ്, നമുക്ക് ഓക്കെ. സോ ഒരു ചെറിയ മീറ്റിംഗ് റൂം പോലെ വേണമെന്നുണ്ടെങ്കിൽ യെസ്, സഞ്ചരിക്കുന്ന മീറ്റിംഗ്. യെസ്. അതേപോലെ തന്നെ നമുക്ക് മീറ്റിംഗ് റൂം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇപ്പൊ ലാപ്ടോപ്പുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2 ഹിഡൻ ടേബിൾസ് ഉണ്ട്. ഇനിയുണ്ടോ ഹിഡൻ? യെസ്. അപ്പം മുമ്പേ പറഞ്ഞ പോലെ യെസ്, ഇതാണ് നമ്മുടെ ഈ സീറ്റ് കൺട്രോൾസ് ഒക്കെ മെർസിഡീസിന്റെ സ്വിച്ച് പൊസിഷൻ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നല്ലേ? ഓക്കെ. അത് നമുക്ക് ഒരു എവിടെ വേണേലും നമുക്ക് നിങ്ങളുടെ ഒരു റിക്വയർമെന്റ്. സാധാരണ നമുക്ക് സെൻട്രൽ കൺസോളിൽ വരും, സൈഡ് പാനൽസിൽ വരും. നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അനുസരിച്ച് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി തരാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സീറ്റ്സ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണെന്ന് തോന്നുന്നു. യെസ്, നമ്മുടെ ഈ സീറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് 12 point മസാജ് ഉണ്ട്, ലെഗ് റെസ്റ്റ് ഉണ്ട്, ഹെഡ് റെസ്റ്റ് ഉണ്ട്, റീക്ലൈനിങ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് വെന്റിലേറ്റഡും ആണ്, ഹീറ്റ് ആൻഡ് കോൾഡ്. ലെതർ സീറ്റ്സ് എനിക്ക് തോന്നുന്നു ഇത് നോർമൽ ലെതർ സീറ്റ്സ് ആണെന്ന് തോന്നുന്നില്ല. ഇത് ഏറ്റവും ഹൈ ക്വാളിറ്റി ഇറ്റാലിയൻ നാപ്പ ലെതർ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ നമ്മുടെ വണ്ടിയിൽ ഹൈ ക്വാളിറ്റി ഇറ്റാലിയൻ നാപ്പ ലെതർ ആസ് വെൽ ആസ് അൽക്കന്താര. ഇതിന്റെ കളർ ചേഞ്ച് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഏത് കളർ വേണമെങ്കിലും ഉണ്ടാക്കി തരാം. അപ്പം അതാണ് നമ്മുടെ ഗസ്റ്റ് സീറ്റ്സിന്റെ കാര്യവും ടേബിളിന്റെ കാര്യവും പറഞ്ഞ പോലെ തന്നെ. പിന്നെ വന്നിട്ട് നമുക്ക് ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഇതാണ് നമുക്ക് വരുന്ന ഫ്രിഡ്ജ്. ഇത് ബേസിക്കലി നമുക്ക് എല്ലാ വണ്ടിയിലും കൂൾ ബോക്സ് ആണ് വരുന്നത്, പക്ഷെ ഇതൊരു -20 വരെ പോകാവുന്ന ഒരു ഫ്രിഡ്ജാണ്. അപ്പം യു ക്യാൻ സെറ്റ് ദ ടെമ്പറേച്ചർ ഏതാ വേണ്ടി അനുസരിച്ച് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ കേസ് നമുക്ക് മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ്, നമുക്കൊരു കോഫി കുടിക്കുമോ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ വി ഹാവ് എ കോഫി മെഷീൻ ഹിയർ. വെറുതെ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ കോഫി മെഷീൻ.
അതുപോലെ തന്നെ അതിന്റെ പോഡ്സും കാര്യങ്ങളും. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ആകെ 2 സീറ്റ്സും ഒരു ക്ലോക്കും പിന്നെ വയർലെസ് ചാർജർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് നീ തന്നെ വരാൻ പറഞ്ഞത്. യെസ്, അപ്പൊ നമുക്ക് പോഡ്സിന് വേണ്ടി എക്സ്ട്രാ ഒരു അതിന്റെ ഗ്ലാസ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം. ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. യെസ്, പിന്നെ നിങ്ങൾക്ക് ഒരു യാതൊരു വിധത്തിലും ഒരു സ്പെഷ്യലി VVIP പാസഞ്ചേഴ്സ് ആയിരിക്കുമല്ലോ ഇതിൽ സഞ്ചരിക്കുക. അപ്പം അവർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരാവശ്യം വരുന്നില്ല. എല്ലാം വണ്ടിക്കുള്ളിൽ തന്നെ റെഡിയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു മൊബൈൽ ബാർ, ഒരു ചെറിയ ബാർ സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാർ ഓപ്ഷനും ഉണ്ട്. എന്നാ പിന്നെ ഒരു ബ്രേക്ക് ആവാല്ലേ? ആവാം. ഇതിന്റെ TV എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു 43 ഇഞ്ച് TV ഉണ്ട്. ഇതിന്റെ ബാക്കിൽ തന്നെ നമുക്കൊരു ഗ്ലാസ് പാർട്ടീഷനും ഉണ്ട്. ഇത് രണ്ടും ഓപ്പറബിൾ ആണ്. ഓക്കെ. അപ്പം ഡ്രൈവറായിട്ട് ഇൻ കേസ് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്റർകോം സിസ്റ്റം ഉണ്ട്. ഇൻ കേസ് നമ്മൾ TV വരെ ക്ലോസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കൊരു ഇന്റർകോം സിസ്റ്റം ഉണ്ട്. അപ്പൊ നമുക്ക് ഡ്രൈവറുമായിട്ട് സംസാരിക്കാനുണ്ട്. ചില സമയത്ത് ചില കസ്റ്റമേഴ്സിന് വണ്ടി പോകുമ്പോൾ ഇത്രയും ക്ലോസ്ഡ് ആയിരിക്കുന്ന കാരണം ഒരു ഫോബിയ വരാം. നമുക്കൊരു തലകറപ്പോ അങ്ങനെ എന്തെങ്കിലും, ദാറ്റ് മീൻസ് ഫ്രണ്ട് കാണുന്നില്ല. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് TV താക്കാനുള്ള. TV താത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഉണ്ട്, പ്ലെയിൻ ഗ്ലാസ് ഉണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഫ്രോസ്റ്റ് ഗ്ലാസും ഉണ്ട്. ഇതുണ്ട്, അത് ഈ ഫ്രോസ്റ്റിന് വേണ്ടിയുള്ള സ്വിച്ച് ആണ്. ഓക്കെ, അപ്പം ദാറ്റ് മീൻസ് ഒരു പ്രൈവസി ഡ്രൈവർ സൈഡിൽ നിന്നും നമുക്കും ഒരു പ്രൈവസി വരാൻ വേണ്ടി. പിന്നെ ഇഫ് യു വോണ്ട് പാസ് ഓൺ സംതിങ്, എന്തെങ്കിലും സാധനം കൊടുക്കണം ഡ്രൈവറിന്, എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ യെസ്, ഈ ഗ്ലാസ് നമുക്ക് താക്കാനുള്ള. അപ്പൊ നമുക്ക് ഡോർ തുറന്ന് നിർത്തി അപ്പുറത്തോട്ട് പോകേണ്ട ആവശ്യം വരത്തില്ല. എന്തെങ്കിലും ദാറ്റ് മീൻസ് ഒരു പാസഞ്ചറോ നമ്മുടെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഡ്രൈവറിന്റെ കൂടെ ഇരിപ്പുണ്ടെങ്കിൽ പുള്ളിയായിട്ട് എന്തെങ്കിലും കൊടുക്കാനോ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഗ്ലാസ് പാർട്ടീഷനും നമുക്ക് ലോവർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഞാൻ ഇവിടെ എവിടെയോ നോക്കിയപ്പോഴത്തേക്കിന് ഇത് എനിക്കൊന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നു അല്ലേ? ഇതിന്റെ അകത്ത് ഇവിടെ കുറെ ഓപ്ഷൻസ് കണ്ടു, അവിടെ ഓപ്ഷൻസ് ഇല്ല. അപ്പം അതൊരു ഹിഡൻ ഒരു സേഫ് ലോക്കർ ഉണ്ട് ഇതിന്റെ അകത്ത്. സേഫ് ലോക്കർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ലൈറ്റർ ചാർജറും ഉണ്ട്. അപ്പുറവും ഇപ്പുറവും. ഇവിടെ വന്നിട്ട് നമുക്ക് HDMI USB 2 പിന്നെ ഒരു 220 വോൾട്ടിന്റെ ഒരു പവർ സപ്ലൈ. അതാണ് ഇതിന്റെ അകത്ത് വരുന്നത്. പിന്നെ 2 വയർലെസ് ചാർജേഴ്സ്. സൗണ്ട് സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും? സൗണ്ട് സിസ്റ്റം നമുക്ക് ഇതൊരു 5.1 ഡോൾബി സിസ്റ്റം ആണ്. ഒരു മിനി തിയേറ്റർ ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓൺ മൂവിങ് തിയേറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനി ഇതിന്റെ എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വരാനുണ്ടോ? ഇനി ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് വരാനായിട്ട് സീറ്റ്സ് എന്തുമാത്രം റീക്ലൈൻ ചെയ്യാൻ പറ്റും? എനിക്ക് ലെഗ് സപ്പോർട്ടും നമുക്ക് ഈ ഐപാഡിന്റെ അകത്ത് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ നമുക്ക് ഫുള്ള് റീക്ലൈൻ ചെയ്യാം. ലെഗ് റെസ്റ്റ് ഉണ്ട്. അത് ഇവിടുന്ന് അതും ഇത് തന്നെ. ഈ സെയിം ഓപ്ഷൻസ് നമുക്ക് ഐപാഡിലും ഉണ്ട്. അതായത് ഒന്ന് കിടന്നുറങ്ങി പോകണമെങ്കിലും വിശാലമായിട്ട് കിടന്നുറങ്ങി പോവാം. ബേസിക്കലി വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ തോന്നരുത്. ഈ വണ്ടിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കിന് ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മള്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഡിമാൻഡുള്ള കൺട്രീസ് ഏതൊക്കെയാണ്? ബേസിക് നമ്മൾ ലോക്കലിയും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പോർട്സ് ആണ് കൂടുതൽ. യൂറോപ്പ് കൊടുക്കുന്നുണ്ട്, ആഫ്രിക്ക കൊടുക്കുന്നുണ്ട്. എവിടെ വേണേലും ഈ വണ്ടി VIP എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മെയിൻ മാർക്കറ്റ് വരുന്ന ടർക്കി ആയിരുന്നു. പക്ഷെ ഇപ്പം ഇറ്റ് സ്പ്രെഡ് ഓൾ അറൌണ്ട് ദി വേൾഡ്. ഇന്ത്യയിലേക്കും കൊടുക്കുന്നുണ്ട് നമ്മൾ എക്സ്പെഷ്യലി ഫിലിം ആക്ടേഴ്സ് ഉണ്ട്. ഫിലിം ആക്ടേഴ്സിനും പിന്നെ VVIPs ഗവൺമെന്റ് ഒഫീഷ്യൽസിന് പോകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഓർഡേഴ്സ് വന്നിട്ട് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. യെസ്, ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ബ്രാൻഡാണ് ഈ റിവോക്സ് എന്ന് പറയുന്നത്. സീറ്റെക് ആണ്. റിവോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡാണ്. ഓൾ അറൌണ്ട് ദ വേൾഡിൽ പോകുന്നുണ്ട് ഈ വണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഈ നെക്സ്റ്റ് ടൈം വെൻ യു സീ ഇത് റിവോക്സിന്റെ സ്പെഷ്യൽ എഡിഷൻ ആണോ? ഇത് ഫുൾ ഓപ്ഷൻ, ദാറ്റ് മീൻസ് VVIP എഡിഷനിലാണ് നമ്മൾ റിവോക്സ് തന്നെ ഈ കസ്റ്റമൈസേഷൻ ബേസ് മിഡ് ബേസിക് മിഡ് ഫുൾ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഏറ്റവും എക്സോട്ടിക് ലെവലാണിത്. അതിന് നമ്മൾ റിവോക്സിന്റെ കോസ്റ്റ് വരും. എത്ര സമയം എടുക്കും ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ പണിയണമെന്നുണ്ടെങ്കിൽ? ഇതിന്റെ കോസ്റ്റ് ഇന്ത്യയിൽ തന്നെ ഈ വണ്ടിക്ക് ഏകദേശം കോസ്റ്റ് ഒരു 1.5 കോടി രൂപയോളത്ര വരുന്നുണ്ടെന്ന് അല്ലെ? ഇവിടെ എനിക്ക് UAE ഏകദേശം 300,000 വണ്ടി വാല്യൂ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇന്റീരിയർ കൺവേർഷനും അറൌണ്ട് വണ്ടിയുടെ പ്രൈസ് സെയിം കോസ്റ്റ് തന്നെ വരുന്നുണ്ട്.
ഓക്കെ, അത് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. പിന്നെ അതിന്റെ താഴോട്ടുള്ള നമ്മുടെ മിഡ് ഓപ്ഷൻ ഉണ്ട്, ബേസിക് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് വെറും ബേസിക്കിന്റെ താഴെയും ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ലോക്കലി ഉള്ള ഫാൽക്കൺ എഡിഷൻ പോലുള്ള ഒരു ഓപ്ഷൻ. അവരുടെ അപ്പം ബേസിക്കലി വണ്ടിയുടെ വാല്യൂം കസ്റ്റമൈസേഷൻ എല്ലാം കൂടെ ചേർത്ത് ഒരു 600,000-700,000 വണ്ടിയുടെ വാല്യൂ ഉണ്ട്. ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഒരു 60 days എടുക്കും. ഓക്കെ. പിന്നെ മിഡ് ഓപ്ഷൻ ആണെങ്കിൽ ഒരു 30 days. സോ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 700,000 കൊടുത്തു കഴിഞ്ഞാൽ 60 days വണ്ടി ഡെലിവറി ചെയ്യും. അതിന്റെയും കൂടുതൽ മുകളിലേക്ക് പോകാം. ഇതിപ്പം ഫുൾ ഓപ്ഷൻ പ്യുവർ നാപ്പ ലെതർ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ റോൾസ് റോയ്സ് ലെതർ ഉപയോഗിക്കുന്നുണ്ട്, ലൂയി വിട്ടോന്റെ ഓരോ ബ്രാൻഡിന്റെ ലെതേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ വരുമ്പോ പ്രൈസ് അപ്പോഴും. ഇതല്ല ഫുൾ ഓപ്ഷൻ, ഇതിന് മുകളിലുണ്ട്. അത് പക്ഷേ കസ്റ്റം ബിൽഡ് ഓരോ കസ്റ്റമേഴ്സിന്റെ ഒരു ഇതനുസരിച്ച്. അതൊക്കെ നമ്മുടെ ബ്രാൻഡിന്റെ പെർമിഷൻ എടുത്തിട്ടാണ്. കാശില്ലാത്തവരാണെങ്കിൽ ഇതുപോലത്തെ ഫുൾ ഓപ്ഷൻ എടുക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ഏകദേശം ഇന്റീരിയർ ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാത്തതുണ്ട്. നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്പേസ് വരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇതിപ്പം VVIP ആയ കാരണം ചില കസ്റ്റമേഴ്സിന് എക്സ്പെഷ്യലി ആഫ്രിക്കൻ കൺട്രീസിലേക്ക് പോകുമ്പം അറിയാമല്ലോ, അവിടെ ഒരു ത്രെട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ഒരു ഡ്രോവർ സിസ്റ്റം, അത് ടാപ്പ് ഓഫ് ദ ലെഗ് നമുക്ക് വല്ല വെപ്പൻസ്, പിസ്റ്റൾസോ എന്തെങ്കിലും വെച്ച് ഈസി ആക്സസിന് വേണ്ടി ആരെങ്കിലും ഡോർ തുറക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക ഉള്ള യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ തിയേറ്റർ. ഇതൊരു മിനി തിയേറ്റർ ആണ്. അതെ, നമ്മൾ തിയേറ്റർ എന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ TV കണ്ടില്ല. TV ഇതിന്റെ അകത്തുനിന്ന് പൊങ്ങി വരും. ഇതിന്റെ അകത്ത് ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് ആർ വെൽ പ്ലാൻ അല്ലെ? ഇതിന്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ അകത്ത് പുറമേ നിന്ന് കാണുമ്പോഴത്തേന് ഇത്രയും സാധനങ്ങൾ ഇതിന്റെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അതുപോലെ പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ. നമ്മൾ ഓരോ കോർണേഴ്സ് വരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കെയർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു ലക്ഷറി എഡീഷൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ ഡീറ്റെയിൽസും നമ്മളത് കെയർ ചെയ്ത് ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ഡിസൈൻ? നമുക്ക് ഡിസൈനേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റ്മാൻസ്, നമ്മുടെ വർക്ക്മാൻ അമേസിങ് ആൾക്കാരാണ്. അവരെ നമ്മൾ വെൽ എക്സ്പീരിയൻസ്ഡ്, നല്ല നോളജും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ സ്പെസിഫിക്കലി ചൂസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം ഇൻ കേസ് ഇതിന്റെ അകത്ത് അഡീഷണൽ സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമോ? നമ്മുടെ വണ്ടി 5 years വാറന്റി കൊടുക്കുന്നുണ്ട് ഈ നമ്മൾ ചെയ്തതിനെല്ലാം. പിന്നെ ഇലക്ട്രോണിക് സൈഡ്സ് എക്സ്പെഷ്യലി എക്സ്പ്രസോ മെഷീൻ, TV, ഫ്രിഡ്ജിന് അതിനെല്ലാം 1 year. നമ്മുടെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം എല്ലാം 1 year. ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ 5 years വാറന്റി. കൂടാതെ വെഹിക്കിൾ വാറന്റി ഉണ്ടെന്ന്, വെഹിക്കിൾ വാറന്റി, ഇന്റർനാഷണൽ വാറന്റി ഉണ്ട് 1 വർഷം. ഇതൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററും കൂടെ കണ്ടാലോ? യെസ്, തിയേറ്ററിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരു ക്യാമറ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ ഒരു വെബ് ക്യാം ആണത്. എന്തെങ്കിലും ഒരു മീറ്റിംഗ്സ് ഒക്കെ നടക്കാം, ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് TV-യിൽ ഷെയർ ചെയ്തുകൊണ്ട് കാണാൻ പറ്റും. അതിന്റെ HDMI പോർട്സ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനും വണ്ടി മൂവ് ആവുന്നുണ്ട്. വണ്ടി അതാണ് കാര്യം നമുക്ക് അറിയാനേ പറ്റുന്നില്ല. സസ്പെൻഷൻ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെയ്തിട്ടില്ല, സ്റ്റോക്ക് ആണ്. പക്ഷേ മെർസിഡീസ് വാൻസിന് എക്സ്പെഷ്യലി ഒരു ലക്ഷറി വണ്ടിയായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഭയങ്കരമാണ്, അമേസിംഗ് ആണ്, വെരി സ്മൂത്ത് ആണ്. അപ്പം നമുക്ക് ആ തിയേറ്ററും കൂടെ കണ്ടിട്ട്. ഷുവർ. അപ്പം തിയേറ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് TV ഉണ്ട്. അതിന്റെ മുമ്പേ നമുക്കൊരു ഫ്രോസ്റ്റ് ഗ്ലാസ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലത്തെ ഒരു പ്ലെയിൻ ഗ്ലാസും ഫ്രോസ്റ്റ് ഗ്ലാസും. ഇപ്പൊ ഡ്രൈവറായിട്ട് ഫുള്ള് നമുക്ക് ആക്സസ് ഉണ്ട്. ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും. യെസ്, നമുക്കൊരു ഗ്ലാസ് ആയിട്ട് കൊടുക്കാം, പ്ലെയിൻ ഗ്ലാസ് കൊടുക്കാം. ദാറ്റ് മീൻസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഫോബിയ ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്ലീൻ ഗ്ലാസ് ആക്കാം. പിന്നെ വന്നിട്ട് വേണമെങ്കിൽ ഫ്രോസ്റ്റ്, ഒരു പ്രൈവസി ഡ്രൈവർ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രോസ്റ്റ് ആക്കാം. പിന്നെ പറഞ്ഞ പോലെ TV, നെക്സ്റ്റ് ഇസ് TV. ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് TV ഓപ്ഷനും ഉണ്ട്. TV ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. യെസ്, ഇതൊരു മിനി തിയേറ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ.
നമ്മുടെ പാസഞ്ചർ ക്യാബിൻ പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ലക്ഷറീസ് ആയിട്ടാണ് ഈ ഡ്രൈവർ ക്യാബിനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അതിന് സ്റ്റോക്ക് വരുന്നത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ്. അത് ചേഞ്ച് ചെയ്ത് ബേജ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആഡ് ഓൺ ആയിട്ട് ഇവിടെ ഒരു ഫ്രീസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂളറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നോർമൽ നമുക്ക് വി ക്ലാസ്സിന് വരുന്ന ക്യാബിൻസും കാര്യങ്ങളും സ്റ്റോറേജ് ബോക്സും അതൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ പാസഞ്ചർ ക്യാബിനിൽ ചെയ്തിരിക്കുന്ന പോലെ അതേ പ്രീമിയം ലെവലിൽ തന്നെയാണ്, അതേ സെയിം നാപ്പ ഇറ്റാലിയൻ ലെതർ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡാഷ്ബോർഡും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നത്. അൽക്കണ്ടറ റൂഫും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ വാസ് വെരി ഡീറ്റെയിൽ. ലൈക്ക് ലക്ഷറി എവിടെയൊക്കെ ആക്കാൻ പറ്റുമോ അതെല്ലാം ആക്കിയിട്ടുണ്ട്. ഒന്നിനും യാതൊരുവിധ കുറവുകളും ഇല്ല. ഈവൻ ഡ്രൈവർ ക്യാബിൻ, പാസഞ്ചർ ക്യാബിൻ, എക്സ്റ്റീരിയർ, എവറിത്തിങ്. അപ്പോൾ ഈ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഉള്ളിൽ കണ്ട പോലെ തന്നെ റിവോക്സിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. അത് ഇവരുടെ ഫുൾ ഓപ്ഷൻ ലിമിറ്റഡിൻ്റെ ബാഡ്ജിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സീറ്റ്സ് ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റം സീറ്റ്സ് ചെയ്തിരിക്കുന്നതാണ്. കംപ്ലീറ്റ് പ്രീമിയം, എല്ലാ എലമെൻസും പ്രീമിയം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻറ്റീരിയർ പാസഞ്ചർ ക്യാബിനാണെങ്കിലും ഡ്രൈവർ ക്യാബിനാണെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഈ ഓരോ എലമെൻസും ആഡ് ചെയ്തിരിക്കുന്നത് കമ്പനി സ്റ്റോക്ക് വന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. എക്സ്ട്രാ ഒരു ആഡ് ഓൺസ് ആണെന്ന് ഇതിൻ്റെ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സോ അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ ഡിസൈൻ. ഇപ്പോൾ ഒരു ഡ്രൈവറെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് മെഴ്സിഡീസ് ആണ്. പിന്നെ അതിൻ്റെ ഒരു കംഫർട്ട് വേറെയാണ്. അതിൻ്റെ കൂടെ ഇത്രയും ഫീച്ചേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വലിയ വണ്ടി ഓടിക്കുന്നതിൻ്റെ യാതൊരു ഫീലും ഇല്ല. ഒരു ചെറിയ കാർ ഓടിക്കുന്ന പോലെ തന്നെ തോന്നത്തുള്ളൂ. കാരണം മിറേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഒക്കെ വളരെ സ്മൂത്താണ്. സോ ഗൈസ്, വോക്ക് അറൗണ്ടിന് ഇത്തവണത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റേതെങ്കിലും വണ്ടിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.